ബഹുമാനപ്പെട്ട അബൂശാമ റഹിമഹുല്ല പേജ് 41-ലും 42-ലും നമുക്ക് വിവരിച്ചു തന്ന ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവിൻ്റെ ഫത്വകൾ ഹിജറ 620-ന് മുമ്പ് നടന്ന ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് എന്ന് നേരത്തെ വിവരിച്ചിരുന്നു. വീണ്ടും അബൂശാമ റഹിമഹുല്ല നമ്മളോട് വിവരിക്കുന്നത് ഹിജറ 637-ാം വർഷത്തിൽ ഇബ്നു സലാഹ് റഹിമഹുല്ല രചിച്ച ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഒരു വിശദീകരണമാണ്. വഖറഅതു ഫീ തഅലീഫിൻ ആഖറ ലഹു, ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവിന്റെ മറ്റൊരു രചനയിൽ ഞാൻ വായിച്ചു. ജമഅഹു ഫീ സനത്തി 37 വ 600, 637-ാം വർഷത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടിയ ഫസ്ലൻ ഹസനം ഫി ഹാദ, ഈ സലാത്തുർ റഗായിബ് സംബന്ധിച്ചുള്ള നല്ല ഒരു അധ്യായം. ഫഖാല, ആ അധ്യായത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹാദി സ്വലാത്തു ഷാഅത്ത് ബൈനന്നാസി ബാദൽ മിയത്തി റാബിയ, ഹിജറ 400-ന് ശേഷമാണ് ജനങ്ങൾക്കിടയിൽ ഈ നിസ്കാരം വ്യാപിച്ചത്. വലം തക്കുൻ തുഅറഫു, അങ്ങനെ ഒരു പരിപാടി തന്നെ പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നില്ല. വഖദ് ഖീല, ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മൻഷ അഹാമിൻ ബൈത്തുൽ മഖ്ദിസി, ഈ നിസ്കാരം ആരംഭിച്ചത് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചാണ് എന്ന്. സാനഹുല്ലാഹു തബാറക വ തആല, അല്ലാഹു ആ ബൈത്തുൽ മുഖദ്ദസിനെ സംരക്ഷിക്കട്ടെ. വൽ ഹദീസുൽ വാരിദു ബിഹാ ബിഐനിഹാ വ ഖുസൂസിഹാ ളഈഫുൻ സാഖിത്തുൽ ഇസ്നാദി ഇൻദ അഹ്ലിൽ ഹദീസി, ഈ നിസ്കാര സംബന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് സനദുകൾ മുറിഞ്ഞുപോയ ളഈഫായ ഒരു ഹദീസാണ്. സുമ്മ മിൻഹും മയ്യഖൂലു, ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറയാറുണ്ട്, ഹുവ മൗലൂൻ, ആ ഹദീസ് ളഈഫ് എന്ന് പറഞ്ഞാൽ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. വദാലിക്കല്ലദീ നദുന്നുഹു, നമുക്കും തോന്നുന്നത് ഈ ഹദീസ് കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്ന് തന്നെയാണ്. വമിൻഹും യഖ്തസിറു അലാ വസ്ഫിഹി ബിദ്ദഅഫി, ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ ഈ ഹദീസ് ളഈഫാണെന്ന് പറഞ്ഞ് മാത്രം നിർത്തിയവരും ഉണ്ട്. ഖാല, ഇബ്നു സലാഹ് റഹിമഹുല്ല പറഞ്ഞു, വലാ തുസ്തഫാദു ലഹു സിഹ്ഹത്തുൻ മിൻ ദിക്രി റസീൻ ഇബ്നു മുആവിയ ഇയ്യാഹു ഫീ കിതാബി തജ്രീദി സിഹാഹ്, തജ്രീദു സിഹാഹ് എന്ന ഗ്രന്ഥത്തിൽ റസീൻ ഇബ്നു മുആവിയ എന്ന പണ്ഡിതൻ ഈ ഹദീസ് പറഞ്ഞതുകൊണ്ട് ഈ ഹദീസ് സഹീഹാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. വലാമിൻ ദിക്രി സാഹിബി കിതാബിൽ ഇഹിയാ ലഹു ഫീഹി, ഇഹിയാ ഉലൂമുദ്ദീനിന്റെ ഗ്രന്ഥകർത്താവ് അഥവാ ഇമാം ഗസ്സാലി റഹിമഹുല്ല ഈ ഹദീസ് ഇഹിയാ ഉലൂമുദ്ദീനിൽ കൊണ്ടുവന്നു എന്നതുകൊണ്ടും വഅതിമാദിഹി അലൈഹി, ഈ ഹദീസ് അവലംബിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി റഹിമഹുല്ല ഈ നിസ്കാരത്തെ സമർത്ഥിച്ചതുകൊണ്ടും ഈ ഹദീസ് സഹീഹാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ലികസ്റതി മാ ഫീഹിമാ മിനൽ ഹദീസി ളഈഫി, ഇഹിയാ ഉലൂമുദ്ദീനിലും അതുപോലെ തജ്രീദു സിഹാഹ് എന്ന ഗ്രന്ഥത്തിലും ധാരാളം ളഈഫായ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കിതാബുകൾ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്ത ളഈഫായ ഹദീസുകൾ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാർ ഉദ്ധരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടൊന്നും ഈ ഹദീസ് സഹീഹാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നു. ഈറാദി റസീൻ മിസ്ലഹു ഫീ മിസ്ലി കിതാബിഹി മിനൽ അജബി, ഇതുപോലെയുള്ള ധാരാളം വിഷയങ്ങൾ ബഹുമാനപ്പെട്ട റസീൻ അവരുടെ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ കൊണ്ടുവന്നു എന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസ് സഹീഹാണെന്ന് പറയാൻ പറ്റില്ല. സാന്ദർഭികമായി നാം ഉണർത്തുന്നു, എന്തുകൊണ്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ളഈഫായ ഹദീസുകൾ കടന്നുകൂടി എന്ന് പലപ്പോഴും മുതഅല്ലിമീങ്ങൾ ചോദിക്കാറുണ്ട്. നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്, ഇമാം ഗസ്സാലി റഹിമഹുല്ല ഹിജറ 450-ൽ ജനിച്ച് 505-ൽ വഫാത്തായ മഹാനാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പ് ഹിജറ 334 മുതൽ 447 വരെ 113 കൊല്ലം ബനൂ ബുവൈഹ് എന്ന ഷിയാ ഗോത്രത്തിൻ്റെ ഭരണത്തിന് കീഴിൽ മുസ്ലിം ലോകം എരിഞ്ഞമർന്നപ്പോൾ ലോകത്ത് കുറേ സത്യങ്ങളെ മൂടിവെക്കപ്പെടുകയും അസത്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ ഷിയാക്കൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ആശയ ആദർശങ്ങളും അവരുടെ ആചാരങ്ങളും നിർബന്ധിച്ച് നടപ്പിലാക്കുകയും ചെയ്ത ഒരു വലിയ കാലഘട്ടം 113 കൊല്ലം കഴിഞ്ഞ് ശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ല ജീവിച്ചിട്ടുള്ളത്. അഥവാ ഷിയാ ആധിപത്യത്തിന് കീഴിൽ മുസ്ലിം ലോകം എരിഞ്ഞമർന്ന ഹിജറ 447 കഴിഞ്ഞ് കേവലം 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ല ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനവർകൾ ജനിക്കുന്നതിന് മുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ ഏതൊക്കെയാണ് ശരിയെന്നും തെറ്റെന്നും നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പിന്നീട് വന്ന മഹാന്മാർ പഴയകാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് ഈ പറയപ്പെട്ട ഹദീസുകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട പല ഹദീസുകളും വഈഫാണ്, നമുക്ക് തെളിവിന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസ് ഉദ്ധരിക്കുന്ന റാവികളെക്കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കി സ്വീകരിക്കാൻ പറ്റുന്നവരെയും അല്ലാത്തവരെയും വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത് എന്നത് മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സംശയം ദൂരീകരിക്കാൻ സഹായകരമാകും. ഇപ്പോൾ 447 ഈ ബനൂ ബുവൈഹിൻ്റെ ആധിപത്യം കഴിഞ്ഞതിന് ശേഷമാണ് ലോകത്ത് ഇത്തരം സത്യങ്ങളൊക്കെ പുറത്തു വരാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ജനങ്ങൾക്ക് അവസരമൊരുങ്ങിയത് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ജീവിച്ച ഇമാം ഗസാലി റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് പലപ്പോഴും നെല്ലും പതിരും വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായിരുന്നു. കാരണം സത്യത്തെ മൂടിവെക്കുന്ന ഭരണകൂടം ലോകത്തുണ്ടാകുമ്പോൾ അസത്യത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പല സത്യങ്ങളെയും അവർ മറച്ചുവെക്കും. അത് വെളിച്ചത്ത് വരാൻ സമയമെടുക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായതുകൊണ്ടായിരിക്കാം ഇമാം ഗസാലി റഹിമഹുല്ലാഹുവിനെ ഇത്തരം വഈഫായ ഹദീസുകളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് എന്ന് നാം മനസ്സിലാക്കുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലും മറ്റും വന്നുപോയ അബദ്ധങ്ങളെ അബദ്ധങ്ങളാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ പോയി അവരുടെയും നമ്മുടെയും പരലോകം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതെ മുമ്പോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു.